ഉണക്കമുളക് വാങ്ങി അതിന് കുരു ഇത് നമ്മുടെ ഒരു ചട്ടിയിൽ ഞാൻ വെറുതെ ഒന്ന് ഇട്ടതാണ്. അപ്പോൾ ഇത് ഇതുപോലെ ഇങ്ങനെ തൈകൾ ഇങ്ങനെ മുളച്ച് വന്നു. അതിപ്പോൾ ഒരു ചെറിയൊരു ആന്തൂര്യത്തിൻ്റെ ഒരു ഇതും കൂടി ഉണ്ട്, തൈയും കൂടി ഉണ്ട്. അതവിടെ നിന്നോട്ടെ. അപ്പോൾ ഈ പച്ചമുളക് ഞാൻ ഈ ഒരു വലുപ്പത്തിൽ മാറ്റി പറിച്ച് കുഴിച്ചിടണം. വിത്ത് മുളച്ചിട്ട് ഒരു 2-3 ഇല വലുപ്പത്തിലാവുമ്പോഴാണ് നമ്മൾ പറിച്ച് കുഴിച്ചിടുക. അപ്പോൾ ഇത് ഈ ചട്ടിയിൽ നിന്ന് അത്രയും അങ്ങോട്ട് മുളക് ഉണ്ടാവില്ല. കാരണം ഞാൻ ഇത് പറിച്ചിട്ട് മണ്ണിൽ കുഴിച്ചിടുന്നതാണ് കാണിക്കുന്നത്. നമ്മളിനി പച്ചമുളക് കുഴിച്ചിടാൻ വേണ്ടിയിട്ട് നിലമൊക്കെ ഒന്ന് ശരിയാക്കാം. നിലമൊക്കെ ഒന്ന് വെറുതെ ഒന്ന് കൊത്തി കളച്ച് ഒന്ന് ഇളക്കിയിടാം. അപ്പോൾ അതിൻ്റെ ചെറിയ തയ്യല്ല പെട്ടെന്ന് തന്നെ വേര് അടിയിലേക്ക് പൊക്കോളും. അല്ലെങ്കിൽ ആർഡ് സ്ഥലമാകുമ്പം ചെടിയുടെ വേര് പായില്ല. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് ഇളക്കി വെറുതെ ഒന്ന് മണ്ണൊക്കെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ആദ്യമേ തന്നെ അധികം വളം ചേർക്കേണ്ട ആവശ്യമില്ല. തൈ ഒന്ന് വേര് പിടിച്ചിട്ടാൽ നമ്മൾ വളങ്ങൾ ഓരോന്നായിട്ട് ചേർക്കണ്ടോ. അപ്പോൾ ഈ പച്ചമുളകും കുഞ്ഞ് പച്ചക്കറി തൈകളൊക്കെ നടുമ്പോൾ നമ്മൾ ഉച്ച കഴിഞ്ഞ് ഒരു 3 മണിക്ക് ശേഷം നടാൻ ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് അതിൻ്റെ ഒരു തണലിന് കിട്ടാം. തണൽ കിട്ടുമ്പോൾ ആ ചെടി ആ ഒരു ഭൂമിയായിട്ടൊന്ന് സെറ്റ് ആയോളും. മണ്ണൊരുക്കിയിട്ട് ഇനി നമ്മൾ ചെടിച്ചട്ടിയിൽ നിന്ന് കുറച്ച് മണ്ണോട് കൂടിയിട്ട് തൈ പറിച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ ആ മണ്ണ് വേരിനോട് ചേർന്നുണ്ടാവുമ്പോൾ അധികം പെട്ടെന്ന് വാട്ടം സംഭവിക്കില്ലേ. എന്നിട്ട് അത് നമുക്ക് കുഴിച്ചിടാം. അല്ല ചെടി ഇത്തിരി വലുതായിട്ടുണ്ട്. ഇതിനേക്കാൾ ഒരു മുന്നത്തെ ഒരു 2 ഇല വരണേക്കാൾ മുന്നേ ആയിട്ട് നമ്മൾ പറിച്ച് കുഴിച്ചിടുന്നതാണ് നല്ലത്. ഇതിപ്പോൾ ഞാൻ ഇത്തിരി താമസിച്ച് വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു പാകത്തിലാണ് തൈകൾ കുഴിച്ചിടുന്നത്. അപ്പോൾ നമുക്ക് മണ്ണിലൊരു ചെറിയൊരു കൈ കൊണ്ട് തന്നെ നമ്മൾ ഇളക്കിയിട്ട മണ്ണല്ല. അപ്പോൾ ഒന്ന് തൈ കുഴിച്ചിട്ട് 2-3 തൈ ഒരുമിച്ച് കുഴിച്ചിടാം. ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചമുളകൊക്കെ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. ഇതിപ്പോൾ പച്ചമുളക് നമുക്ക് ചട്ടിയിലോ ഗ്രോ ബാഗിലോ ഒക്കെ വയ്ക്കാം. ഇതിപ്പോൾ മണ്ണുള്ള കാരണം ഞാൻ മണ്ണിൽ വെക്കുന്നത്. അപ്പോൾ കുറച്ച് ഉണങ്ങിയ ചാണപ്പൊടിയാണ് ചേർക്കണം. അധികം വളമൊന്നും ഈ സമയത്ത് ചേർക്കണ്ട. വേരൊക്കെ പിടിച്ചിട്ട് വേണം നല്ലോണം വളമൊക്കെ ചേർക്കാനായിട്ട്. എല്ലുപൊടി ഇതൊക്കെ ചേർക്കാം. ഇതിപ്പോൾ ജൈവവളം മാത്രം ഞാൻ ചേർക്കണുള്ളൂ. കുറച്ച് ചാണകപ്പൊടി എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് നീർന്ന് വന്ന് ഒരു 2 ഇലയും കൂടി വയ്ക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി മണ്ണിടും ചെയ്യാം. അതുപോലെ തന്നെ കുറച്ച് വളം ചേർക്കാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒന്ന് ചേർക്കാം. നല്ല ഡയറക്റ്റായിട്ട് ഒഴിക്കാണ്ട് ഇങ്ങനെ ഈ പൂപ്പാത്രത്തിൽ വെള്ളം ഒഴിച്ചാൽ നല്ലതാണ്. പുതിയ പച്ചക്കറി തൈകളൊക്കെ വയ്ക്കുമ്പോൾ ഇങ്ങനെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ചെടിയിലേക്ക് അത്രയും കൂടി ഫോഴ്സിൽ വെള്ളം വീഴില്ല. അപ്പോൾ നല്ല ഇങ്ങനെ നൈസായിട്ട് വെള്ളം വീഴും. അത് ചെടിക്ക് നല്ലതാണ്.